നടക്കില്ല സഹദേവ. ഓ പോടാ. ആ ഈ മകള് വകുപ്പും ചട്ടമൊക്കെ പറയുന്ന കേട്ടല്ലോ. ആ അപ്പോ കാര്യങ്ങൾ ചട്ടപ്രകാരം തന്നെ അങ്ങ് നടക്കട്ടെ. ഇനി ഈ സെല്ലിന്ന് ഇറങ്ങിട്ടെ വീട്ടിൽ പോവാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ശാരദാമേ. ഇവിടുന്ന് നേരെ വനിതാ ജയിലിലേക്ക്. ഒരുങ്ങിയിരുന്നു. എന്താടോ മിനിസ്റ്റർ എത്തി. എന്ത് കാഴ്ചയാണെന്ന് നിൽക്കുക, മാറിക്കടാ. വണ്ടി എടുക്കണോ? മിനിസ്റ്റർ വണ്ടി ഇപ്പൊ സ്റ്റേഷൻ അതിർത്തിയിലെത്തും. പെട്ടെന്ന് എടുക്ക്. മാറിക്കടാ. എന്തോ കാണാൻ വന്നത്. പോടാ പോടാ. പഴയ വിഷ്ണു ആയിരുന്നെങ്കിൽ ഇപ്പൊ അവൻ നടന്നു എന്ന ജീപ്പി കയറിലായിരുന്നു. ഇതിപ്പോ പുതിയ വിഷ്ണുവാ. കുഞ്ഞുണ്ട്, താനുണ്ട്, നിങ്ങൾക്ക് ഞാനേ ഉള്ളൂ. അതൊക്കെ ഓരോ നിമിഷവും മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ആലോചിച്ചതൊന്നല്ല ശാലിനി. ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ടവർക്ക് ലോക്കപ്പ്. മിനിസ്റ്റർ സ്റ്റേഷൻ അതിർത്തിയിൽ എത്തുമ്പോഴേ പഞ്ച ഉച്ചോടക്കി ഓച്ചാനിച്ച് നിൽക്കാതെ പോലീസുകാരും. ഈ നാട്ടിൽ പണവും അധികാരവും ഉള്ളവർക്ക് മാത്രമേ വിലയുള്ളൂ ശാലിനി. സത്യഭാമയുടെ മകൻ എന്ന വിലാസം ഉണ്ടായിരുന്നപ്പോ എനിക്കതൊന്നും തിരിച്ചറിയായിരുന്നില്ല. ആ വിലാസത്തിൽ വിഷ്ണുവിന് ഗ്രീൻ ചാനലല്ലേ എല്ലായിടത്തും. പണവും പദവിയില്ലാത്ത പാവങ്ങളെ ചവിട്ടിയിറക്കുന്ന ഈ സിസ്റ്റം തന്നെ മാറണം ശാലിനി. അതിന് ഇയാൾ IAS നടണം. കളക്ടറാവണം. എന്റെ ദേഹത്ത് കൈവച്ച പട്ടി ഇയാളെ സല്യൂട്ട് ചെയ്യണം. എന്നാലേ എന്റെ അതിലെ അക്ഷരങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് എന്റെ ഹൃദയത്തില. നമുക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി ഞാനത് നേടിയിരിക്കും. സത്യഭാമയുടെ മകനെന്ന ലേബൽ ഇനി ആവശ്യമില്ല. അതില്ലാതെ തന്നെ നമുക്കെല്ലാം ഉണ്ടാവും. പണവും പദവിയും എല്ലാം. അതിനുള്ള കഴിവും അധ്വാനിക്കാനുള്ള മനസ്സും എല്ലാം എന്റെ വിഷ്ണുട്ടനുണ്ട്. ഞാനിപ്പോഴാണ് അറിഞ്ഞത് കാര്യങ്ങൾ. വിഷ്ണു ശാരദാമ്മയുടെ കാര്യം എന്തായി? ആ CI സ്റ്റേഷൻ ജാമ്യത്തിൽ അമ്മയെ വിടില്ല അർജുനേട്ടാ. ഞങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യം ഉണ്ടല്ലോ അയാൾക്ക്. അയാളുണ്ടോ ഇവിടെ? ഇപ്പൊ പുറത്തേക്ക് പോയി.
സ്റ്റേഷൻ ജാമ്യം തരില്ലെന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന നിലയിൽ അയാൾ തീരുമാനിച്ച പിന്നെ നമുക്കൊന്നും ചെയ്യാനാവില്ല. കോടതിയിൽ ഹാജരാക്കണ്ടേ ശാരദാമ്മ 24 മണിക്കൂറിനുള്ളിൽ. നമുക്ക് അവിടെ നിന്ന് ജാമ്യം എടുക്കാം. അർജുനേട്ടാ, അപ്പൊ അമ്മ ബുദ്ധിമുട്ടിക്കണമെന്ന് അയാൾ തീരുമാനിച്ച നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. അയാളിപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം നിയമവിധേയം തന്നെയാണ്. ഞാൻ ശാരദമ്മയെന്ന് കാണട്ടെ. വിഷ്ണു, ഞാൻ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? വേണ്ടടോ, ഒരുപാട് കാലം വണ്ടിയിൽ മാത്രം സഞ്ചരിച്ചതല്ലേ, ഇനി കുറച്ച് നടന്നു ഓടിക്കട്ടെ. ഈ മോഷണം നടത്തി സ്വർണം ബാഗിൽ കൊണ്ട് വെച്ചത് നീയാണെന്ന് നിന്റെ അമ്മയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പിന്നെ ഇവരോടൊപ്പം നീയും അകത്താ. ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാ IAS എന്ന് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് നീ നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ എടുത്തങ്ങ് പരണത്ത് വെച്ചാ മതി. പോലീസ് വെരിഫിക്കേഷൻ വരുമ്പോ ഇതേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ റിപ്പോർട്ട് കൊടുക്കും, നീ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന്. ശാരദാമ്മേ, ശാരദാമ്മ ഇത് ചെയ്തിട്ടില്ലെന്നും ഇതൊരു കള്ളക്കേസാണെന്നും എല്ലാവർക്കും അറിയാം. കഷ്ടകാലത്തിന് ഞാൻ അവിടെ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. പ്രീതിയുടെ ആഭരണങ്ങൾ മോഷണം പോയാലും അത് കൊണ്ടുപോയി കടലിൽ കളഞ്ഞാലും പരാതി പറയേണ്ട ആൾ ഞാനല്ലേ? ഈ സുസ്മിത് അതിലൊരു കക്ഷിയല്ലല്ലോ. സാർ, എന്തായി? കേസ് നാളത്തേക്ക് മാറ്റി. ആ, തട്ടിപ്പ് കേസല്ലേ, കുറെ നാൾ ഇങ്ങനെ നടക്കേണ്ടി വരും. കൊണ്ടുപോയി. ആ, നടക്ക. ശാരദാമ്മേ, ഇതിപ്പോ വലിയൊരു കേസൊന്നുമല്ല. എനിക്കിതിലൊരു പരാതിയില്ലെന്ന് രേഖാമൂലം അറിയിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ സംഭവം. ആ CI ആഭരണങ്ങൾ തൊണ്ടി മുതലായി പിടിച്ചെടുത്തതാ പ്രശ്നം. ഇനി അത് കോടതിയിൽ നിന്ന് വിട്ടുകിട്ടണം. അയാളാണെങ്കിൽ ഇപ്പൊ എല്ലാം രേഖയാക്കിയിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല ശാരദാമ്മേ, നമുക്ക് ജാമ്യം എടുക്കാം നാളെ തന്നെ. ജാമ്യത്തിൽ ഞാൻ വരുന്നില്ല മോനെ. വരുന്നില്ലെന്നോ? കോടതി ജാമ്യം അനുവദിച്ച പിന്നെ വരാതെ എങ്ങനെയാ ശാരദാമ്മേ? അത് ഗോപാലേട്ടനോ? ഗോപാലേട്ടനെ ആ ബാലേന്ദ്രൻ ചതിച്ചത്. അവൻ നടത്തിയ തട്ടിപ്പുകളെല്ലാം ഗോപാലേട്ടന്റെ പേരിലാക്കി. ഗോപാലേട്ടനോട് ആരാ കോടതിയിൽ അപ്പിയർ ചെയ്യുന്നത്? ഒരു നാരായണക്കുറുപ്പ. വക്കീലിനെ വയ്ക്കാൻ കാശില്ലാത്തോണ്ട് ഒരു സർക്കാർ വക്കീല. നാരായണക്കുറുപ്പല്ല, നാളെ അർജുൻ ശങ്കറ ഗോപാലേട്ടന് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ പോകുന്നത്. ഗോപാലേട്ടന്റെ കേസ് ഈ നിമിഷം മുതൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഈശ്വര, അതിന് മോന് തരാനുള്ള കാശൊന്നും പഴയ ഗോപാലകൃഷ്ണനല്ല ഈ നിൽക്കുന്നത്. പാപ്പര 10 പൈസ ഇല്ല കയ്യില്. എനിക്കുള്ള വക്കീൽ ഫീസ് നേരത്തെ അടച്ചു കഴിഞ്ഞല്ലോ ഗോപാലേട്ട. ഇപ്പൊ ശാരദാമ്മ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ സ്വർണമോ വക്കീൽ എന്ന നിലയിലുള്ള സൽപ്പേരോ ഒന്നുമല്ല അർജുൻ ശങ്കറിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. എന്റെ ഭാര്യയും മകളുമാണ്. ആ മകൾ ജനിക്കാൻ തന്നെ കാരണം നിങ്ങളുടെ ഭാര്യയും മകളുമാണ്.
എത്ര പണം ഞാൻ അങ്ങോട്ട് തന്നാ ഈ കടമൊന്ന് വീട്ടാൻ പറ്റുക? മോനെ, ചെയ്ത പാപങ്ങൾക്കുള്ള തിരിച്ചടികളാ ഇനിയുള്ള ജീവിതം എന്ന് കരുതിയിരുന്നത്. വിരലിലെണ്ണാവുന്ന പുണ്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതാ എന്റെ ശാരദയും മക്കളും. ഏത് കൽത്തുറുങ്കിയെന്നും എന്നെ രക്ഷിക്കാൻ അവരുണ്ടല്ലോ. രക്ഷിച്ചില്ലെങ്കിലും വേണ്ട, ഇങ്ങനെ ഒരു സാന്ത്വന വാക്ക് കേട്ടാലും മതി. രക്ഷിച്ചിരിക്കും ഗോപാലേട്ടാ. ഇത് അഡ്വക്കേറ്റ് അർജുൻ ശങ്കറിന്റെ വാക്കാ. ദേവി, കഴിഞ്ഞില്ലേ? വാ, സെല്ലിലേക്ക് പോ. ചെല്ലു ഗോപാലേട്ടാ. നടക്ക്. നന്ദിയുണ്ട് മോനെ. സ്വന്തം മക്കളോട് ആരെങ്കിലും നന്ദി പറയൂ ശാരദാമേ? ധൈര്യമായിട്ടിരിക്കെ, ഞാനുണ്ട് കൂടെ. ഈശ്വര, പെയിന്റ് പണിക്കോ? ഷോ, നാളെ ഞാൻ ഇല്ലടാ. ആശാന ഏടത്തമ്മയ്ക്ക് ഉണ്ട് ഇവിടെ. ആ, ഞാൻ വിളിച്ചോളാം നിന്നെ. ഇല്ല, ആശാനിപ്പൊന്നും പറഞ്ഞിട്ടില്ല. എടാ, അവര് വന്നു. ഞാൻ ഫോൺ വെക്കണേ. ആ, ആശാനെ എന്തായി? ശാരദമ്മ എവിടെ? പറയാം. വിഷ്ണുട്ടാ, ഞാൻ മോളെ ഒന്ന് നോക്കട്ടെ. ആശാൻ ഇരിക്കും. ആ, എന്താ ആശാനെ? എന്താ പ്രശ്നം? അമ്മേ, ഇതിങ്ങനെ എത്ര നാൾ കഴിയുമെന്നാ? നീ ഒന്ന് വായടക്കി വെച്ച് മിണ്ടാതിരിക്കും വിജി. അമ്മേ, വിരുന്നുകാരുണ്ടെന്ന് പറഞ്ഞ് ഇന്നൊരു നേരം അയൽപ്പക്കത്തെ മോളി ചേച്ചിയുടെ പാലും പലോഞ്ഞനും ഒക്കെ ഇരവ് വാങ്ങിച്ചു. ഇനി ഒരു നേരം കൂടെ കയറി ചെന്നാ അവരുടെ മോൻ കറക്കുമെന്ന് അമ്മയ്ക്കറിയാലോ. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അന്നേക്കുള്ളത് അധ്വാനിച്ചുണ്ടാക്കി അളന്ന് പിടിച്ചു പോകുന്നവരെ അവര്. പെയിന്റിംഗ് പണിക്ക് പോയാ അവരുടെ ഭർത്താവ് കുടുംബം നോക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ പോത്ത് പോലെ ഒരു തടിമാടൻ. അവർ വിചാരിക്കില്ലേ അങ്ങനെ? അവനെ പണിക്ക് വിളിച്ച് അവൻ പോവോ? ആശാനെ എന്ന് വിളിച്ച് ഒപ്പത്തിനൊപ്പം പ്രായമുള്ള ഒരുത്തന്റെ പിന്നാലെ പാലും ചുരുട്ടി അങ്ങ് നടക്കും. എന്നാ അതിനനുസരിച്ച് വല്ല കിട്ടാപ്പോരുണ്ടോ? അതും ഇല്ല. ഇനി അവരിവിടെ താമസവും കൂടി തുടങ്ങിയ സ്ഥിതിക്ക് എന്റെ സകല പ്രതീക്ഷയും പോയി. അവൻ ഇനി ഒരു പണിക്കും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ ആശാനാണെങ്കിൽ സത്യഭാമയുടെ അടുത്തുനിന്ന് പിണങ്ങി പോന്നതാ. 10 പൈസ ഉണ്ടാവില്ല കയ്യില്. വട്ടിപ്പെരുവല്ലാതെ അവന് വേറെന്തെങ്കിലും പണി അറിയോ? അതും ഇല്ല. ചുരുക്കി പറഞ്ഞ അവനും ഭാര്യയും കൊച്ചുമെല്ലാം നമ്മുടെ തലയിലായി.
നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാ സത്യമ്മയും വിഷ്ണുമോനും ഒക്കെ. ഒരു ഗതിയില്ലാതെ അവനൊരു പെണ്ണിനെയും കൈക്കുഞ്ഞിനെയും കൊണ്ട് കേറി വരുമ്പോ എങ്ങനെ അടി ഇറങ്ങിപ്പോവാൻ പറയുന്നേ? പറഞ്ഞില്ലെങ്കിൽ അനുഭവിക്കും. അമ്മ ഒരു കുഞ്ഞെന്നൊക്കെ പറഞ്ഞ വലിയ ബാധ്യതയാ. അവനും അവളും നമ്മുടെ കൂടെ പട്ടിണി കിടക്കുമെന്ന് വിചാരിക്കാം. പക്ഷെ കുഞ്ഞോ, അതിന്റെ അമ്മയില്ല കൂടെ. അതും പാല് മാത്രം കുടിക്കുന്ന ഒരു പ്രായം. ഒരു കവർ പാലിന് ഇപ്പൊ എത്ര വിലയെന്ന് അമ്മയ്ക്കറിയോ? അതെങ്ങനെയാ? ഈ വീട്ടിലെ ആൾക്കാർ പാലിന്റെ നിറം മറന്നു. 1/2 ലിറ്റർ പാലിന്റെ വില 30. അങ്ങനെ ഒരു ദിവസം എത്ര പാല് വേണമെന്നാ? പിന്നെ കുറച്ചു കഴിയുമ്പോ കുറുക്ക്, പ്രത്യേക എണ്ണ, സോപ്പ്, ബേബി ഓയില്. കാശ് എത്ര വേണമെന്നാ? ഞാനിപ്പോ എന്ത് വേണമെന്നാ നീ പറയുന്നേ? ഇറങ്ങിപ്പോ മുഖം അടച്ചൊന്നും പറയണ്ട. അത്തരത്തിൽ അവർക്കൊരു സൂചന കൊടുക്കുക. വിഷ്ണുവിനോട് പറയണ്ട. ആണുങ്ങൾക്കാവുന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. പെണ്ണുങ്ങൾക്കാവുമ്പോ നീരസം കാട്ടുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. തഞ്ചത്തിലും തരത്തിലും അമ്മ ശാലിനിയോടൊന്ന് അവതരിപ്പിച്ചാ മതി. ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവരെങ്ങോട്ട് പോകാനടി? പോകാൻ വേറെ സ്ഥലമില്ലഞ്ഞിട്ടാണോ അവൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? രണ്ടാൾക്കും വേണമെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാലോ. അപ്പൊ ദുരഭിമാനം. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ വിഷ്ണുവിനൊരു മാപ്പ് പറഞ്ഞ സത്യാമ്മയുടെ വീട്ടിൽ തിരിച്ചു കയറാന്നല്ലേ ഉള്ളൂ. ശാലിനിയെ മാത്രമല്ലേ സത്യാമ്മ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടോളൂ. അവള് സ്വന്തം വീട്ടിൽ പോയി നിൽക്കട്ടെ. വിഷ്ണു ഇടയ്ക്ക് പോയി കണ്ടാ മതിയല്ലോ. ജീവിക്കണമെങ്കിൽ കുറച്ച് ദുരഭിമാനമൊക്കെ മാറ്റി വെക്കണോ അമ്മേ? അതോ നമ്മളിനി പലചരക്ക് കടക്കാരന്റെയും റേഷൻ കടക്കാരന്റെയും പാൽക്കാരന്റെയും ഒക്കെ മുന്നിൽ കൈ നീട്ടി അവരുടെ അഭിമാനം കാക്കണോ? അമ്മ തന്നെ തീരുമാനിക്കേ. വിജില, ഇവള് വഴക്കൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ? ഏയ്, ചക്കരക്കുട്ടി എപ്പോഴാ ഉണന്നേ? പോയ കാര്യം എന്തായി മോളെ? അതൊന്നും നടന്നില്ല. അമ്മയാള് ജാമ്യത്തിൽ വിടില്ല. ഇനിയിപ്പോ കോടതിന്ന് നോക്കാം. അല്ല, ഇതെങ്ങോട്ടാ മോള് ബാഗൊക്കെ ആയിട്ട്? ഞങ്ങള് ഇറങ്ങുക അമ്മേ. ഇറങ്ങാനോ? എങ്ങോട്ട്? അതൊക്കെയുണ്ട്. എന്താടി ഇത്? എനിക്കെങ്ങനെ അറിയാം? അവനെ വെറുതെ വിടാൻ പാടില്ല ശാനെ. തല്ലി അവന്റെ കാലൊടിക്കണം. വേണമെങ്കിൽ തല്ലാം. പക്ഷെ തല്ലിയതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ. തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഏട്ടത്തെമണിയും കുഞ്ഞിന്റെയും കാര്യം ആലോചിച്ചത് വിട്ടേക്കാ ശാനെ. ആശ നേരിട്ട് കളത്തിൽ ഇറങ്ങണ്ട. ആശാനെ വേണ്ടി ചാകാൻ നടക്കാൻ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഞങ്ങള് തീർത്തോളാം അവനെ. ഡാ, എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കൊന്നും തരാൻ വിഷ്ണുവിന്റെ കയ്യിൽ ഇപ്പൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ആശാനെ ഞങ്ങളൊക്കെ ചങ്ക് വിളിച്ച് കൂടെ നിൽക്കുന്നേ? എടാ, അതല്ല. ഞാൻ വിഷ്ണുട്ടാ, നമുക്കിറങ്ങാം. എങ്ങോട്ട്? സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് വിഷ്ണു എന്റെ കൂടെ ഇറങ്ങുമ്പോ ഈ ചോദ്യം ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നാലും അതെന്തൊരു പോക്ക. നിങ്ങൾക്ക് വേണ്ടി ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിച്ചിട്ടെങ്കിലും പോ. വേണ്ടമ്മേ, വിശപ്പില്ലാത്തതുകൊണ്ട്. വിഷ്ണുട്ടാ, പോ. കമല, ആശാനെ അമ്മ
പോട്ടെ. ആശാനെ, മോളെ നിങ്ങൾ ഇനി എങ്ങോട്ടാ? അറിയില്ലമ്മേ. എന്തായാലും എന്റെ വീട്ടിലേക്കല്ല, സത്യാമ്മയുടെ വീട്ടിലേക്കും അല്ല. ദുരഭിമാനം കുറച്ച് ബാക്കി കിടപ്പുണ്ട്.